കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് എന്നിരിക്കെ പല അഭിപ്രായങ്ങളും പല കോണുകളിൽ നിന്നും പല നേതാക്കളും ഉന്നയിക്കും. എന്നാൽ ഇനി തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഈ അഭിപ്രായങ്ങൾ ഭിന്നതയിലേക്കും വിവാദങ്ങളിലേക്കും പടരാതെ ഒന്ന് ഏകീകരിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഡൽഹിയിൽ നടക്കുന്നത്. അവസാന നിമിഷം വെച്ച് കലമുടക്കുന്ന കലാപരിപാടിയിലേക്ക് ഒരു കോൺഗ്രസ് നേതാവും എത്തിപ്പെടാൻ പാടില്ല എന്ന ഒറ്റ അജണ്ടയിന്മേലാണ് രാഹുൽ ഗാന്ധി നേരിട്ട് കേരളത്തിലെ നേതാക്കൾക്കിടയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ബീഹാറിലെ കാര്യങ്ങൾ പോളിംഗ് ബൂത്ത് വരെ രാഹുൽ ഗാന്ധി വലിയൊരു ബോംബൊക്കെ പൊട്ടിച്ച് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ വിഷൻ 2026 വിജയിക്കാൻ ആവശ്യമായ എല്ലാ അനുകൂല സാഹചര്യവും ഉണ്ട് എന്നിരിക്കെ നേതാക്കളുടെ അഭിപ്രായ ഭിന്നത കൊണ്ട് ഇനിയും ഈ പാർട്ടിക്ക് പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്നാൽ അത് കോൺഗ്രസിന് നൽകുന്ന ക്ഷീണം ചെറുതൊന്നുമായിരിക്കില്ല. പ്രത്യേകിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നയിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് എന്നൊരു വലിയ പ്രത്യേകത കൂടുണ്ട്. ഒരു ദേശീയ നേതാവിനെ തന്നെ ഇറക്കി യുദ്ധം നയിക്കുമ്പോൾ കോൺഗ്രസിന് വിജയിച്ചേ മതിയാകൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കേരളത്തിലെ നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്നാൽ ഇവിടെ നിന്നും രണ്ട് നേതാക്കളെ മനഃപൂർവ്വം രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും മാറ്റി നിർത്തുന്നുണ്ട്. ഒന്ന് KC വേണുഗോപാൽ, രണ്ട് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി. ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഡൽഹിയിൽ എന്തിനാണ് ഒരു യോഗം എന്ന് ചോദിച്ചാൽ ഇവരുടെ സാന്നിധ്യത്തിൽ ആരും വസ്തുതകൾ പറയില്ല എന്നൊരു തോന്നൽ കൊണ്ടുകൂടിയാണ്. അതേസമയം വരാനിരിക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി KPCC നേതൃത്വത്തിനെതിരെ ഹൈക്കമാൻഡ് യോഗത്തിൽ മുതിർന്ന നേതാക്കളിൽ നിന്ന് രൂക്ഷമായ വിമർശനം തന്നെ ഉയർന്നിട്ടുണ്ട്. KPCC നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലിക്കെതിരെയും വിഭാഗീയത വളർത്തുന്ന നടപടികൾക്കെതിരെയും രൂക്ഷമായ പരാതികളാണ് ഹൈക്കമാൻഡിന് മുന്നിൽ ഉയർന്നത്. ചില നേതാക്കൾ തന്നെയാണ് പാർട്ടിയിൽ അനൈക്യം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പോയാൽ പാർട്ടി വെള്ളത്തിലാകും. KPCC അധ്യക്ഷൻ K സുധാകരൻ ഹൈക്കമാൻഡ് യോഗത്തിൽ തുറന്നടിച്ച ചില കാര്യങ്ങളാണ് ഇതൊക്കെ. സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ പരിഹരിക്കാൻ ഡൽഹിയിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ രാഹുൽ ഗാന്ധി കേരള നേതാക്കൾക്ക് ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ നിർത്തി ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേരള നേതാക്കൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം, അല്ലാത്ത മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നത് കർശനമായ വിമർശനമായിട്ട് തന്നെ പറയുകയാണ്. AICCയുടെ നിർദ്ദേശത്തെ തുടർന്ന് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ തുടക്കമിടും. നേതാക്കളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുമെന്നും കേരളത്തിൽ വിജയം ഉറപ്പാണ് എന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഈ യോഗത്തിനും ചർച്ചകൾക്കും ഒക്കെ ശേഷം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്.